നമസ്കാരം. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇസ്രായേലിനെ എതിർക്കുക, ഇറാനെ പിന്തുണയ്ക്കുക എന്നത്. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളും ജാതിമത ഭേദമന്യേ ജോലി ചെയ്യുന്നത് UAE-യിലും സൗദി അറേബ്യയിലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ ആണെങ്കിലും ആ രാജ്യത്തേക്കാൾ കൂടുതൽ കൂറ് നമ്മുടെ മലയാളികൾക്ക് ഇറാനോടാണ്. അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ, നമ്മുടെ ചാനലുകളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ ഇറാനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നത്. ആരെങ്കിലും ഒരാൾ ഇറാനെ വിമർശിച്ചാൽ അവരുടെ അവസ്ഥ കട്ടപ്പുക. ആകാശ് താഴശ്ശേരി ഇങ്ങനെ എഴുതുന്നു: ഇന്ന് എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പേടിയാവുന്നു. ഇന്ന് ആദ്യമായി ഇങ്ങനെ ഒരു ചിന്ത മനസ്സിലൂടെ കടന്നുപോയി. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പേടിയാവുന്നു. കാരണം എനിക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ എനിക്ക് രാഷ്ട്രീയമുണ്ട്. സത്യം തെറ്റെന്ന് വിളിക്കാത്ത, മനുഷ്യാവകാശത്തെ വിലമതിക്കുന്ന ഒരാളുടെ ക്രൂരമായ മറച്ചുവെക്കാൻ തയ്യാറാകാത്ത രാഷ്ട്രീയം. ഞാനൊരു വിദേശ ഭരണാധികാരിയെപ്പറ്റി അയാൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ കുറച്ച് വരികൾ എഴുതിയിരുന്നു. അവൻ്റെ സ്വന്തം രാജ്യത്ത് നടന്ന അനീതികളെപ്പറ്റി, സ്വന്തം ജനങ്ങൾ നേരിട്ട് ബലാത്സംഗത്തെപ്പറ്റി, സ്ത്രീകൾ അനുഭവിച്ച അതിക്രമത്തെപ്പറ്റി, അവൻ വിതച്ച ഭീതിയെപ്പറ്റി, അവിടെ നടന്നത് എന്താണോ അത് മാത്രം. എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് എൻ്റെ നാട്ടിൽ ചിലരാണ് എന്നെ ശത്രുവാക്കിയത്. ഇൻബോക്സ് നിറയെ അസഭ്യം, കമൻറ്റുകൾ നിറയെ തെറികൾ. എന്നെ ആ കൂട്ടർ സംഘി, വർഗീയവാദി, ഹിന്ദുത്വവാദി എന്ന ലേബലിൽ ചാർത്തി തരുന്നു. ഞാൻ എൻ്റെ രാജ്യത്തെയോ എൻ്റെ ജനതയെയോ എൻ്റെ സഹോദരങ്ങളെയോ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇവിടെയുള്ളൊരു മതത്തെയും ലക്ഷ്യമാക്കിയതുമില്ല. എങ്കിലും ഒരാൾ വിദേശത്ത് ചെയ്ത ക്രൂരതകളെപ്പറ്റി പറഞ്ഞതുകൊണ്ട് പലർക്കും എന്തിനാണ് ഇങ്ങനെ വേദനിച്ചത്? ഇന്ന് രാവിലെ തന്നെ വീണ്ടും അയാളെപ്പറ്റി വായിച്ചു, അന്വേഷിച്ചു, പലരുമായി സംസാരിച്ചു. അതിലൂടെ എനിക്ക് മനസ്സിലായി, ഞാൻ തെറ്റായി ഒന്നും പറഞ്ഞില്ല. പക്ഷേ ചിലർ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. സത്യത്തെ മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്നവർക്ക് സത്യം എപ്പോഴും ശത്രുവായി പോകും. പരിധികൾ കടക്കുന്നവരെയല്ല, പരിധി ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് അവർ വെറുക്കുന്നത്. എനിക്കറിയാം, ഞാൻ ആരുടെയും മതത്തിനെതിരല്ല, ഒരാളുടെയും സമൂഹത്തിൻ്റെയോ ശത്രുവല്ല. എന്നാൽ എനിക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ എനിക്ക് രാഷ്ട്രീയമുണ്ട്. അതാണ് ചിലർക്ക് സഹിക്കാനാവാത്തത്. അവസാനമായി, നീതി, മനുഷ്യാവകാശം, സ്വാതന്ത്ര്യം ഇവയെക്കുറിച്ച് സംസാരിക്കുന്നത് കുറ്റമാകുന്നുവെങ്കിൽ കുറ്റക്കാരനായി കഴിയുന്നതിൽ പോലും ഞാൻ ലജ്ജിക്കുകയില്ല. എന്ത് വില കൊടുത്താലും ഞാൻ സത്യത്തിനൊപ്പം നിൽക്കും, സത്യം പറയുക തന്നെ ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ബൈജു സ്വാമി ഇങ്ങനെ എഴുതിയത്: അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന ജനാധിപത്യ ചേരിയിലെ സഖ്യകക്ഷികളും അവർക്ക് പിന്തുണ കൊടുക്കുന്ന മനുഷ്യരുമെല്ലാം കാപാലികന്മാർ ആണെന്നും അവരുടെ സ്വേച്ഛാധിപത്യ സാമ്രാജ്യത്വ ലക്ഷ്യങ്ങളും എണ്ണയടക്കമുള്ള പ്രകൃതി സമ്പത്ത് കൈക്കലാക്കാൻ അവർ ഡിസൈൻ ചെയ്യുന്നതാണ് ലോകത്ത്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുമുള്ള സകല യുദ്ധങ്ങളും എന്നും അക്ഷരമാല പഠിക്കാൻ തുടങ്ങുന്ന പ്രായം മുതൽ പഠിപ്പിക്കുന്ന ഒരു ലെഫ്റ്റിസ്റ്റ് ആൻഡ് വോക്കിസ്റ്റ് വായ്ത്താരി സിലബസ് ഉണ്ട് കേരളത്തിൽ. അതിനെ നേരിയ തോതിലെങ്കിലും എതിർക്കുകയോ സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ CIA ഏജന്റ് സയനിസ്റ്റ് എടുത്തു പ്രയോഗിച്ച് അവഹേളിക്കും. പൊതുവിടങ്ങളിലും സാംസ്കാരിക സാമൂഹ്യ മേഖലയിലും പിന്തിരിപ്പൻ ലേബൽ ഒട്ടിച്ചുകൊണ്ട് വേട്ടയാടും. എന്തിനേറെ പറയണം, സോവിയറ്റ് യൂണിയൻ മുതൽ ഇസ്ലാമിക ഭീകരവാദികൾ ചെയ്യുന്ന മനുഷ്യത്വഹീനമായ കാര്യങ്ങളെ വെളുപ്പിക്കുകയും ചെയ്യും. അവർ നടത്തുന്ന ഭീകരവാദം ചെറുത്തുനിൽപ്പെന്ന ഓമനപ്പേരിൽ അംഗീകരിക്കാൻ പൂമരന്മാർ ആഹ്വാനം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് മല്ലൂസ് കൈയടിച്ച് ആർപ്പ് വിളിക്കും. ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇറാന്റെ മേൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണം. ഇറാൻ എന്നത് ഭീകരതയെ ഔദ്യോഗികമായി പാലൂട്ടി വളർത്തുന്ന, സാമ്പത്തികവും സാംസ്കാരികവുമായി പിന്തുണ കൊടുത്ത് ലെജിറ്റിമൈസ് ചെയ്യുന്ന രാജ്യമാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി എന്നീ 3Hകൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത മധ്യേഷ്യയെ ഒരു സ്ഥിരം ചോരക്കളമാക്കുന്ന ഈവിൾ ഫോഴ്സ് ആണെന്നത് ലെബനാനിലേക്ക് മാത്രം നോക്കിയാൽ മനസ്സിലാകും. മതമൊഴികെ ഇസ്രായേലുമായി അതിർത്തി പങ്കിടാത്ത, മറ്റേതെങ്കിലും രീതിയിൽ പരിഹരിക്കാനുള്ള യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിനു ശേഷം ഏകദേശം $1 ട്രില്യൺ മുകളിൽ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ മുടക്കിക്കഴിഞ്ഞു. അൽ-അക്സയും ജെറുസലേമും മോചിപ്പിക്കാൻ എന്ന് വെച്ചാൽ പോലും സുന്നികൾ ഇസ്ലാം എന്ന് പോലും അംഗീകരിക്കാത്ത സ്ഥിതിക്ക് ഇറാൻ അത് നേടിയെടുത്താൽ പോലും വീണ്ടും ഒരു സുന്നി ഷിയ യുദ്ധമാകും ഉണ്ടാകാൻ പോകുന്നതെന്ന് ഉറപ്പാണ്. ഇറാന്റെ നേതൃത്വത്തിൽ കൗബ ആക്രമണം നടന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, കഷ്ടിച്ച് 40 കൊല്ലം മുൻപാണ് എന്നോർക്കണം. ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ തെറി വിളിക്കുന്ന ലോക ജനാധിപത്യ ചേരിയിലെ ഫ്രഞ്ച് കമാൻഡോകളാണ് ഇറാനിയൻ ഭീകരവാദികളിൽ നിന്നും മെക്കയെ മോചിപ്പിച്ച് സൗദിക്ക് കൈമാറിയെന്ന് പോലും ഇറാന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വരുന്ന കേരള സുഡാപ്പി സംഘം മറന്നുപോകുന്നു. ഇനി കേരള ഇടത് സൈന്യത്തിലെ ഇമ്മണി വലിയ ഡിപ്ലോമാറ്റ് ലെവൽ പണ്ഡിതർ അടിക്കുന്ന ഒരു സ്ഥിരം ഡയലോഗ് നോക്കാം. മിഡിൽ ഈസ്റ്റിലെ എണ്ണ നോക്കിയാണ് അമേരിക്കൻ സയനിസ്റ്റ് ലോബി യുദ്ധങ്ങൾ നടത്തുന്നത്. ഇക്കൂട്ടർക്ക് വെളിവില്ല എന്ന് പറയാനുള്ളൂ, അല്ലെങ്കിൽ അറിവില്ല. 1-ാം ലോകമഹായുദ്ധ ശേഷം തുർക്കി എന്ന കാലിഫേറ്റിൻ്റെ ഇസ്ലാമിക സാമ്രാജ്യം തകർത്ത് കളഞ്ഞതുകൊണ്ട് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിൽ ടർക്കിഷ് ഓയിൽ കമ്പനിയുടെ ഓഹരികൾ പങ്കിട്ടെടുത്ത ആംഗ്ലോ പേർഷ്യൻസ്, ആംഗ്ലോ സാക്സൺ എന്നൊക്കെ കുറേ സ്വതന്ത്ര സ്വകാര്യ ഓയിൽ കമ്പനികൾ ഉണ്ടാക്കി. ഒന്നോർക്കുക, അന്ന് നാം ഈ കാണുന്ന സൗദി അരാംകോയും കുവൈറ്റ് ഓയിലും ഒരു ആശയമായി പോലും നിലവിലില്ല. വെറും മരുഭൂമിയിൽ ഒട്ടകങ്ങളുമായി നടക്കുന്ന
പ്രാകൃത അറബ് രാജ്യമാണ്. പിന്നീട് മേൽപ്പറഞ്ഞ പാശ്ചാത്യ മുതലാളിത്ത കോർപ്പറേറ്റ് മൂലധനമാണ് അരാംകോ 1933 സ്ഥാപിച്ചു കൊടുത്ത ഓയിൽ കണ്ടെത്തി പ്രൊഡക്ഷൻ തുടങ്ങിയത്. അവരാണ് എണ്ണ പരിവേഷണം നടത്താൻ മുതൽ മുടക്കിയത്. തുടർന്ന് സൗദി അരാംകോ എന്ന കമ്പനി ഉടമകൾ ആയ സൗദി രാജവംശം ഇന്ന് കാണുന്ന ലോകത്തിലെ മുൻനിര ധനവാന്മാർ ആയത് മൂലധനമുണ്ടാക്കിയ മാറ്റമാണ്. ഇന്നും സൗദിൻ്റെ വരുമാനം എണ്ണയിൽ നിന്നുള്ള റോയൽറ്റിയാണ്. കൂടാതെ നിക്സൺ ഉണ്ടാക്കിയ പെട്രോൾ ഓർഡർ കരാറും ഇസ്രായേലിന് കുറേ സുന്നി രാജ്യങ്ങളുണ്ടാക്കിയ സമാധാന ഉടമ്പടികളുമാണ് 1970 മുതൽ മിഡിൽ ഈസ്റ്റിൽ നാം ഇന്ന് കാണുന്ന പുരോഗതിയുടെ അടിസ്ഥാനം. സംശയമുള്ളവർ കൗബ എന്നതിൻ്റെ പഴയ രൂപമുള്ള ചിത്രങ്ങൾ ഗൂഗിൾ ചെയ്ത് കാണുക. ഇനി ഇറാനിലേക്ക് വന്നാൽ അവർ ഇപ്പോൾ ഇസ്ലാമിക ഭരണകൂടങ്ങൾ എന്ന് നിസ്സംശയം പറയാവുന്ന കുറേ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതും നാശം വിതയ്ക്കുന്നതും സയനിസ്റ്റ് ലോബികളെ തകർക്കാനാണെന്ന് കരുതുന്ന പൊട്ടന്മാർക്ക് നെല്ലിക്കാത്തളം വെച്ചിട്ട് കാര്യമില്ല. ഇടത് യുദ്ധ നിരീക്ഷകർ സൗകര്യപൂർവ്വം കമ്പിളി പുതപ്പെടുത്ത് പുതച്ച് കേൾക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടായിരുന്നെങ്കിൽ എന്തായേനെ? ഞാൻ ഉറപ്പ് പറയുന്നു, ഇറാൻ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയുള്ള രാജ്യമായിരുന്നെങ്കിൽ ഇതിനകം അവർ ഇസ്രായേലിൻ്റെ മേൽ പ്രയോഗിച്ചേനെ. 10,000 കിലോമീറ്റർ പോകുന്ന മിസൈൽ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ അവർ ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും കൊണ്ടിട്ടേനെ. ഇസ്രായേലുമായി ഡിപ്ലോമാറ്റിക് ബന്ധവും സൗഹൃദവും ഇപ്പോഴുള്ള ഇന്ത്യക്കിട്ടും പ്രയോഗിച്ചേനെ. ചിലപ്പോൾ അത് കേരളത്തിലും വീണേനെ. അപ്പോഴും പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി ഓശാന പാടുന്ന ഇടത് സാംസ്കാരിക നായകന്മാരും സുഡാപ്പികളും ചങ്കത്ത് മിസൈൽ വീഴുമ്പോഴും മലർന്നു കിടന്ന് സാമ്രാജ്യത്വ സയനിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചേനെ. അവർക്ക് എന്തു മിസൈൽ, എന്തു ന്യൂക്ലിയർ ബോംബ് ബോധമില്ലല്ലോ. ഇത് പൂർത്തിയാകണമെങ്കിൽ അഖിൽ മാരാരുടെ ഒരു കുറിപ്പ് കൂടി കേൾക്കണം. ഞങ്ങൾ ആണവായുധ ശക്തിയായാൽ അമേരിക്കയുടെ മരണം ഇസ്രായേലിൻ്റെ മരണം. 1979 ഇസ്ലാമിക വിപ്ലവം നടന്ന നാളിൽ ഈ ഖമേനി പറഞ്ഞ കാര്യങ്ങളാണ്. തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി അമേരിക്കയും ഇസ്രായേലും ഖമേനിയെ തീർത്തു. തൂക്കിയിട്ട് നടക്കാനാണോ സാറേ തോക്കെ എന്ന മൂസ DGPയോട് ചോദിക്കും പോലെ ഒരുവിധം എല്ലാ കാര്യവും 20% സമ്പുഷ്ടീകരിച്ച് യുറേനിയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നിരിക്കെ ഇവന്മാർ 90% വരെ സമ്പുഷ്ടീകരിച്ചത് വൈദ്യുതി ഉണ്ടാക്കാനോ മെഡിക്കൽ ആവശ്യത്തിനോ ഒന്നുമല്ല. ലോക ജനതയെ കൊന്നൊടുക്കി ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കി ആഘോഷിക്കാൻ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. അതിന് കേരളത്തിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും സുഡാപ്പികളും കിടന്ന് കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നിപ്പോൾ സോണിയാഗാന്ധിക്കും ഇരിക്കപ്പുറതിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോധമില്ല എന്ന് കരുതി ആശ്വസിക്കാം. അല്ലെങ്കിൽ ഇറാനിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കൊന്നൊടുക്കിയ ഖമേനി ആരെങ്കിലും തീർത്താൽ ഇവറ്റകൾ സന്തോഷിക്കല്ലേ വേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഇല്ലാതാക്കിയ സദ്ദാം ഹുസൈന് വേണ്ടിയും ഇവന്മാർ തെരുവിലിറങ്ങിയത് നമുക്കറിയാം. ഇനി മലയാളികളും ഇന്ത്യക്കാരും ധാരാളമുള്ള ഗൾഫ് മേഖലയിൽ ഇറാൻ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ മാത്രം മതി എത്രത്തോളം ബോധമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു ജനതയാണ് ഇറാൻ എന്ന് തിരിച്ചറിയാൻ. ഗൾഫിൽ ഇറാൻ ആക്രമിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന മലയാളികളാണ് നമുക്കിടയിൽ. അവർ പറയുന്നത് അതിൻ്റെ കാരണം ഇസ്രായേലാണ് എന്നാണ്. അതെ, അവർ പലസ്തീനിൽ ഇസ്രായേൽ കുഞ്ഞുങ്ങളെ കൊന്നയെന്ന് കരയുമ്പോൾ അതിനോട് യഥാർത്ഥ കാരണം ഹമാസ് ആണെന്ന് പറയില്ല. അമേരിക്കയും ഇസ്രായേലും അണുവായുധം ഉണ്ടാക്കാമെങ്കിൽ എന്താ ഇറാൻ ഉണ്ടാക്കിയാൽ എന്നാണ് ചിലരുടെ ചോദ്യം. അജിത് ഡോവലിൻ്റെ കയ്യിൽ തോക്കുണ്ട്, അജ്മൽ കസമിൻ്റെ കയ്യിലും തോക്കുണ്ട്. ഉസാമ ബിൻ ലാദനു ദൈവം ബുദ്ധി കൊടുത്തു, അബ്ദുൽ കലാമിനും ദൈവം ബുദ്ധി കൊടുത്തു. സംശയം മാറിക്കാണും എന്ന് കരുതുന്നു. പറയാൻ ഒരു മതമുണ്ടെന്ന് കരുതി ആ മതത്തെ അനുകൂലിച്ചാൽ മതേതരവാദികളാകും എന്ന് കരുതി കേരളത്തിലിരുന്ന് വിവരക്കേട് വിളമ്പുന്ന ബുദ്ധിജീവികൾ ഈ നാടിൻ്റെ കൂടി സമാധാനം കളയരുതേ. നമുക്കൊന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത ഇടങ്ങളിൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. പോരാട്ട വീര്യമുള്ള ജനത പോരാടി മരിക്കട്ടെ. നഷ്ടം ഭയന്ന് ഓടിയൊളിക്കാതെ മരണം വരെ പോരാടാൻ ഇറാൻ തീരുമാനിച്ചാൽ അക്കാര്യത്തിൽ എനിക്ക് അവരോട് ബഹുമാനമാണ്. അതിനർത്ഥം അവർ പുണ്യവാളന്മാർ ആണെന്നല്ല.